കാലാവസ്ഥയാണ്, സൂക്ഷിക്കണം. ഇപ്പൊ എങ്ങോട്ട് തിരിഞ്ഞാലും ഈ വാണിംഗ് ഉണ്ട്. കൂട്ടത്തിൽ AC വിൽപ്പനക്കാരെ പരസ്യ ബോർഡുകളും. പണ്ട് AC ഒരു ആർഭാടമായിരുന്നെങ്കിലും ചൂട് കൂടിയതോടെ സ്ഥിതി മാറി. ആവശ്യക്കാരേറിയതോടെ നാട്ടിലിപ്പോ AC കിട്ടാനില്ലാത്ത അവസ്ഥയായി. ഈ യന്ത്രം, അതായത് AC കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലോ? കൊടും വേനലിൽ തിയേറ്ററിലെ തടപ്പിൽ പോപ്കോണും കുറച്ചുകൊണ്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇതില്ലായിരുന്നെങ്കിൽ എപ്പോഴും ചൂട് കാറ്റടിക്കുന്ന നാടുകളിൽ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുമായിരുന്നു. ഒറ്റ ജനാല പോലും ഇല്ലാത്ത ഷോപ്പിംഗ് മാളുകളെ കുറിച്ച് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നു. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളും കണ്ടുപിടിക്കുമായിരുന്നു. നമ്മുടെ ബിസിനസ് ലോകം, സിനിമാ തിയേറ്ററുകൾ, ഷോപ്പിംഗ് മാളുകൾ, സ്പോർട്സ് മത്സരങ്ങൾ, ആശുപത്രി സംവിധാനങ്ങൾ, ഇപ്പറഞ്ഞതൊക്കെ ഇന്നത്തെ പോലെ ആകുമായിരുന്നു. വിലിസ് കാരിയർ എന്ന അമേരിക്കൻ എഞ്ചിനീയർ ആണ് 1902 നമ്മുടെ ഇപ്പോഴത്തെ ACയുടെ ആദ്യ രൂപം കണ്ടുപിടിച്ചത്. അന്തരീക്ഷത്തിലെ ചൂടിന്റെ വ്യത്യാസത്തിനനുസരിച്ച് തന്റെ പ്രസിൽ കടലാസിന്റെ രൂപത്തിൽ മാറ്റം വരുന്നത് നിയന്ത്രിക്കുവാനും അച്ചടി